ടൈമിലെ ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു പണിയായിരുന്നു. എല്ലാവരും വരയ്ക്കണം എന്നുള്ളൊരു ഇതിൽ വരുന്ന ആൾക്കാരാണ്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ. IIT എവിടെയെങ്കിലും കിട്ടണമെന്നായിരുന്നു എനിക്ക്. ടീച്ചേഴ്സിനെ പോലെയല്ല, അവർ നമ്മളോട് ഫ്രണ്ടിനെ പോലെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, പേടിച്ചിട്ടാണോ അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മലപ്പുറം കൊണ്ടോട്ടി എന്നാണ് ഞാൻ വരുന്നത്. ഞാൻ UCയുടെ കാറ്റഗറി വൈസ് എനിക്ക് 23 ഉണ്ട് റാങ്ക്. ഞാൻ നിഫ്റ്റും NID ഒക്കെ എഴുതിയിരുന്നു. നിഫ്റ്റ് ക്വാളിഫൈഡ് ആണ്. എനിക്കിപ്പോൾ IIT ഡൽഹിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പണ്ട് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ നീറ്റ് കോച്ചിങ്ങിന് പോയിട്ടിരിക്കാം. അപ്പോൾ അവിടെ ഞാൻ ഒരു പോസ്റ്റർ കണ്ട്, UCയുടെ ഒരു പോസ്റ്റർ കണ്ടതാണ്. അങ്ങനെ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തു. എഴുതിയപ്പം ഞാൻ അധികമൊന്നും എഴുതിയിട്ടില്ല. അന്ന് എനിക്ക് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തിങ്കിന് ഒരു ബ്രോഷർ കിട്ടി. അങ്ങനെയാണ് തിങ്കിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ പിന്നെ തിങ്കിലും ചേർന്നത്. അതിനുശേഷമാണ് ഞാൻ ഡിസൈനിങ് ഒരു കരിയർ ഉണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഡ്രോയിങ് വെച്ച് നമുക്ക് കരിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കി. മറ്റേ ഞാൻ ഡ്രോയിങ് ഒരു ഹോബിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഒരു വർക്കൊക്കെ എടുക്കാൻ വേണ്ടി, നമുക്ക് പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോയിരുന്ന ഒരു ഹോബിയായിരുന്നു. ചെറുപ്പത്തിൽ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ക്ലാസ്സുകൾക്കും അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കും. അധികം വരക്കത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെറുതായിട്ട് ഞാൻ കമ്മീഷൻ വർക്കുകൾ എടുക്കായിരുന്നു. അങ്ങനെ പോർട്രേറ്റുകൾ വരച്ചു കൊടുക്കാൻ ആ ടൈമിലെ ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു പണിയായിരുന്നു. അത്രേ അറിയാം. എനിക്ക് അധികം അങ്ങനെ ഞാൻ തീരെ അറിയില്ലായിരുന്നു. തിങ്ക് വന്നതിന് ശേഷം ഞാൻ പഠിച്ചത് മൊത്തം ഡ്രോയിങ്ങിന് പഠിച്ചത് അങ്ങനെയാണ്. ഞാൻ UCയിൽ നിന്നായിരുന്നു തിങ്കിൽ വന്നിരുന്നത്. അവിടെ വന്നതിന് ശേഷം ഞാൻ NIDനെ കുറിച്ച് കേൾക്കുന്നത്, NID നിഫ്റ്റിനെ കുറിച്ചും. 3 എഴുതാൻ എന്നായി. കാരണം ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിന് പോകാമെന്നായിരുന്നു. പക്ഷേ IIT ഇഷ്ടമായിരുന്നു. പിന്നെയാണ് NIDയും കൂടെ ഇഷ്ടമായി. അപ്പം അതിനും പഠിച്ചിരുന്നു. നിഫ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. UCയിൽ തന്നെയായിരുന്നു. തിങ്ക് ഞാൻ ഇതുവരെ പഠിച്ച ഞാൻ സ്കൂളുകൾ പോലെയേ അല്ല. എൻ്റെ ഡിഫറെൻ്റ് ആണ് തിങ്ക്. കാരണം ഞാൻ അവിടെ വരുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്ക് ബോറടിക്കും, ഒറ്റയ്ക്കാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ, എല്ലാവരും വരയ്ക്കണം എന്നുള്ളൊരു ഇതിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ എന്നും വരാൻ. ഞാൻ അധികം ക്ലാസ് ഒഴിവാക്കില്ല. കാരണം തിങ്കിലെ ഫാക്കൽറ്റീസ് ആയാലും ടീച്ചേഴ്സിനെ പോലെയല്ല, അവർ നമ്മളോട് ഫ്രണ്ടിനെ പോലെയാണ് എല്ലാവരും. അപ്പം നമുക്ക് നന്നായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്കെല്ലാം പറഞ്ഞു തരും. ബേസിക് ലെവലിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു തിങ്ക്. കാരണം എനിക്ക് എല്ലാം ഫാക്കൽറ്റീസ് ആണെങ്കിൽ എല്ലാം പറഞ്ഞു തരും. നമ്മൾ അവിടെ നല്ല വരയ്ക്കുന്നവർ വരയ്ക്കാത്തവരെന്നൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്, നന്നായി എല്ലാം പറഞ്ഞു തന്നിരുന്നത്. പിന്നെ തിങ്കിലെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം നല്ല യൂസ്ഫുള്ളായിരുന്നു. കാരണം മോക്ക് ടെസ്റ്റുകൾ പറഞ്ഞാൽ ഞാൻ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചത്. കാരണം ഞാൻ UCയുടെ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ ഞാൻ അതിലെ MCQ പാർട്ട് കണ്ടിട്ടേ ഇല്ലായിരുന്നു. മറ്റേ പാർട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡ്രോയിങ് ആണ്, ഒരു പേപ്പർ ചെയ്തിട്ട് പോലും ഇല്ല. അത് വായിച്ചെടുക്കാൻ തന്നെ എനിക്ക് ഒരുപാട് ടൈം എടുത്തിരുന്നു. തിങ്ക് വന്നതിന് ശേഷം ഫസ്റ്റിലെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഞാൻ നല്ല പുറകിലായിരുന്നു. റാങ്കുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ടൈം എങ്ങനെ മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചിറങ്ങി. കുറച്ച് തിങ്ക് പകുതി ആയപ്പോഴേക്കും എനിക്ക് എല്ലാം സെറ്റായ പോലെ തോന്നി. അതിനുശേഷം എനിക്ക് തോന്നി എന്തായാലും ഏതെങ്കിലും ഒരു എക്സാം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നമ്മുടെ തിങ്കിൽ നിന്ന് കിട്ടിയ ബുക്കും പിന്നെ ഞാൻ അവിടുന്ന് ഗൈഡുകൾ എടുക്കായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു പഠിച്ചിരുന്നത്. നമ്മൾ ഡൗൺ ആയ അത്രയും ഡൗൺ ആയി ഞാൻ ഒരു എക്സാമിന് ഇങ്ങനെ ഇറങ്ങി പോന്നിരുന്നത്. കാരണം എനിക്ക് തീരെ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം എനിക്ക് പേടിയായി. പകുതിയൊക്കെ ആയപ്പോൾ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു പേടിയായി. ഞാൻ എന്നിട്ട് ഒരു എക്സാമിന് ഇറങ്ങി പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് മൊത്തം ചെയ്യാതെ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ 7 മണി മുതൽ ഞങ്ങൾ സൂമിൽ പഠിക്കുമായിരുന്നു. ഞങ്ങൾ ആ ഗൈഡ് വെച്ച് നന്നായി പഠിക്കുമായിരുന്നു. നമുക്ക് തിങ്കിൽ നടത്തിയ ടെസ്റ്റുകളെ പേപ്പേഴ്സ് തന്നെ ഞങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ടൈം വെച്ച് നമ്മളങ്ങനെ ചെയ്യും. പഠിച്ചിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്.
ടോപ്പിക്കുകളും ഒന്നും പഠിച്ചിട്ടില്ല. ഡ്രോയിങ് ഞാൻ ക്ലാസ്സിന് വരുമ്പോൾ ലൈഫ് സ്കെച്ചുകൾ ചെയ്യും, അത്രയും ഞാൻ ഡ്രോയിങ് ചെയ്യാറുള്ളൂ. വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ ടൈം മാനേജ്മെൻറ്റ്, അതിന് വേണ്ടി നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് നമുക്ക് 2 hours എക്സാമിന് കിട്ടുക, പക്ഷെ ഞങ്ങളത് ഒരു 1 hourലോ അല്ലെങ്കിൽ 1.5 hourലോ ഞങ്ങളത് തീർക്കാൻ നോക്കും. എങ്ങനെയായാലും അത് നമ്മൾ ആ ടൈമിൽ തീർക്കണം എന്നൊക്കെ, കാരണം നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടാൻ വേണ്ടി നമ്മളത് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് 15 minutes എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് വെച്ച് പിന്നെയാണ് ന്യൂമറിക്കൽ ഞാൻ ചെയ്തത്. കാരണം ന്യൂമറിക്കൽ എനിക്ക് കുറച്ച് ടഫായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാവർക്കും കിട്ടിയ, എനിക്ക് നല്ല ഫ്രീ ടൈം, ഞാൻ കൂളായിട്ട് എഴുതിയിരുന്നത്. എനിക്ക് അവസാനം എത്തിയപ്പോൾ എനിക്ക് ടൈമും ഉണ്ട്. എന്നിട്ട് ഞാൻ ന്യൂമറിക്കലൊക്കെ പിന്നെയാണ് ചെയ്തത്, ലാസ്റ്റിലോട്ടാണ് ചെയ്തിരുന്നത് ന്യൂമറിക്കലൊക്കെ. അപ്പം പേപ്പേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നേരത്തെ നോക്കണം. കാരണം പേപ്പേഴ്സ് ഞാൻ അത്യാവശ്യം നന്നായി പേപ്പേഴ്സ് ചെയ്തിരുന്നത്. കാരണം തിങ്കുമ്പോൾ നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് ചെയ്തിരുന്നത്, പിന്നെ അത് വീട്ടിൽ വന്ന് ഒന്നുകൂടെ ചെയ്യും, ടൈം കുറച്ചിട്ട് ചെയ്യും. ഡ്രോയിങ് പിന്നെ അതന്നെ, ഞാൻ ലൈഫ് സ്കെച്ച് ചെയ്യും, ടൈം നോക്കും കേട്ടോ. ലൈഫ് സ്കെച്ച് ചെയ്യുമ്പോഴും ഒരു 5 minutes ഇത്ര ഫിഗേഴ്സ്, ഒരു 10 figures ഞാൻ വരയ്ക്കുമായിരുന്നു. ഫസ്റ്റ് ടൈം മാനേജ്മെൻറ്റ്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിയുന്ന അത്രയും ചെയ്യാൻ നോക്കണം. കാരണം അത് കിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ കാണും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ലൈഫ് സ്കെച്ച് ഞാൻ ചെയ്യാറുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് അവരുടെ ഫാക്കൽറ്റീസൊക്കെ എന്നും പറയും, എന്നും എന്തേലും വരയ്ക്കുക, അത്രയും പറയും, ലൈഫ് സ്കെച്ചാണ് എന്തേലും വരയ്ക്കുക. അപ്പോൾ ഞാൻ ബസ്സിലാണെങ്കിൽ പോലും ഞാൻ ബസ്സിൽ നിന്ന് എന്തേലും വരയ്ക്കും. ഞാൻ എന്തേലും വരച്ചുകൊണ്ടേയിരിക്കും. ഫ്രീ ടൈം കിട്ടിയാലേ വരച്ചുകൊണ്ടേയിരിക്കും, അല്ലെ എന്തേലും കറണ്ട് അഫേഴ്സ് നോക്കും. അപ്പം എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. 3 പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്, പിന്നെ പ്രാക്ടീസ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, പിന്നെ ലൈഫ് സ്കെച്ച്, എന്നും സ്കെച്ച് ചെയ്യാം. എന്തെങ്കിലും ചെറുതാണെങ്കിൽ പോലും ചെറുതെങ്കിലും സ്കെച്ച് ചെയ്യാം. IIT ഡൽഹി ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ എത്തുമെന്ന്. ഞാൻ പറഞ്ഞിരുന്ന IIT എവിടെയെങ്കിലും കിട്ടണമെന്നായിരുന്നു എനിക്ക്. IIT ഡൽഹി കിട്ടി. ബോംബെ ഞാൻ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് കിട്ടിയ ബോംബെയിലോട്ട് മാറണം. ഡൽഹി എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ പരിചയപ്പെട്ടു. മലയാളീസിന് ആരും കിട്ടിയിട്ടില്ല. ഫുൾ അവിടെ എനിക്ക് ലാംഗ്വേജ് ഒന്നും അധികം മനസ്സിലാവുന്നില്ല, ഹിന്ദി ആയതുകൊണ്ട്. അപ്പം എക്സൈറ്റഡ് ആണ്, അവിടെ പോയി ഇനി എന്താവും ഒക്കെ ഉണ്ട്. റിസൾട്ട് എനിക്ക് തലേന്നെ ഉറക്കില്ല. ഞാൻ ഇങ്ങനെ ഉമ്മാനോട് പറഞ്ഞുകൊണ്ടിരിക്കാം, നാളെ റിസൾട്ട് വരും. ഉമ്മ കിട്ടുവാണെങ്കിൽ കിട്ടും, അത് കിട്ടിയില്ല വേറെ എന്തെങ്കിലും നോക്കാന്നുള്ളത് നിൽക്കുകയായിരുന്നു. 12 മണി ആയപ്പോൾ എനിക്കെൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച്, ഇവിടെ റിസൾട്ട് വരുന്നത്, എല്ലാവരും ഉറങ്ങിയിട്ടില്ല, ഞാൻ മാത്രം ഉറങ്ങാത്തത്, ആരെയും വിളിച്ചില്ല. ഇനിയിപ്പോൾ കരയാനാണ്, ഒറ്റയ്ക്ക് കരയാനുള്ള വിചാരിച്ചു, ആരെയും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു നോക്കുക. ഇത് നോക്കി എനിക്ക് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, പേടിച്ചിട്ടാണോ അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞ ഫ്രണ്ടിനെ ആദ്യം അയച്ചു കൊടുത്തത് എന്താ നോക്കുക എന്നിട്ട്. കാരണം എനിക്കൊന്നും കാണുന്ന പോലും ഇല്ല. ഞാൻ അപ്പോഴേക്കും കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെ പറയുന്നത് റാങ്ക് ഇട്ടിട്ട്, ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ പാരൻസിനോടൊക്കെ പറയുന്നത് പോയിട്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം അവർക്ക് ആർക്കും ഈ ഡിസൈനിങ് എന്താണെന്നോ ഇത് പഠിച്ചാൽ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഇഷ്ടത്തിനും എൻ്റെ ഒരു ഇതിന് വിട്ടയാണ് അവർ. അപ്പം ഞാൻ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, ഈ എന്താ പഠിക്കുന്നത്, ഇങ്ങനെ വരച്ചിരിക്കുവാണ്, വേറെ ഒന്നും ഇല്ലേ, എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കാണുമ്പം കുട്ടികളും ഇങ്ങനെ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ കോച്ചിങ്ങിനാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അത്രയും ഹാപ്പി ആയിരുന്നു റിസൾട്ട് വന്ന ടൈമിൽ.